അന്താരാഷ്ട്ര അതിർത്തികളിൽ സൈനിക മുന്നേറ്റങ്ങൾക്ക് സൈന്യത്തെ ഉപയോഗിക്കരുതെന്ന പ്രമേയം അംഗീകരിച്ച G20 രാഷ്ട്രങ്ങൾ. അമേരിക്ക ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു. എല്ലാ തരത്തിലുള്ള ഭീകരതയെയും അപലപിക്കുന്നതായും G20 അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കൃഷ്ണപ്രിയ, G20 സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രമേയം അംഗീകരിച്ചു എന്നതാണ് ഇത്തവണത്തെ നിർണായകമായ ഒരു ഘടകം. അതായത് ഒരു പൊതുധാരണ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു പ്രമേയം അംഗീകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായതും ഈ ലോകരാഷ്ട്രങ്ങളുടെ ലോകക്രമത്തെ തന്നെ കൃത്യമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ സ്വാധീനിക്കുന്നതുമായ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിലാണ് ഈ ഒരു പ്രധാന കാര്യത്തിലാണ്, അതായത് അന്താരാഷ്ട്ര അതിർത്തികൾ, അതായത് നിലവിലെ അതിർത്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ തുടരുന്ന അതിർത്തികൾ മാറ്റിമറിക്കുന്നതിന് സൈന്യത്തെയോ അല്ലെങ്കിൽ മറ്റു ഭീഷണികളോ ഉപയോഗിക്കാൻ പാടില്ല. അത് വാണിജ്യ ഭീഷണികളാകാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധങ്ങളാകാം. അത്തരത്തിലുള്ള ഭീഷണികളോ പ്രയോജനപ്പെടുത്താൻ പാടില്ല എന്ന ഒരു പ്രമേയമാണ് പ്രമേയത്തിലെ ഒരു പ്രധാന ഘടകമാണ്. ആ പ്രമേയമാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ G20 രാഷ്ട്രങ്ങൾ ഇത്തരത്തിലൊരു പ്രമേയം അംഗീകരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ UN ശേഷം അതിശക്തമായ യുദ്ധവിരുദ്ധ പ്രമേയമായി തന്നെ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അമേരിക്ക ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും, അതായത് അമേരിക്ക ഒഴികെയുള്ള എല്ലാ അംഗരാജ്യങ്ങളും പ്രമേയത്തെ അംഗീകരിച്ചു. നമുക്കറിയാവുന്നതാണ്, അമേരിക്ക ഈ സമ്മേളനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പുരോഗമനമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായതും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തത്. മറ്റൊരു പ്രധാന വിഷയം ഇന്നലെ തന്നെ ചർച്ചയാവുകയും ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത എല്ലാ തരത്തിലുള്ള ഭീകരതയെയും അപലപിക്കുന്നു എന്ന കൃത്യമായ നിലപാടും G20 രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭീകരതയുടെയും അതുപോലെ മയക്കുമരുന്നുമായുള്ള ആ ഒരു അവിശുദ്ധ ബന്ധം, മയക്കുമരുന്ന് ലോബിയുമായുള്ള അവിശുദ്ധ ബന്ധത്തെയും അതിശക്തമായി എതിർക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യണമെന്നും മനുഷ്യാവകാശങ്ങളും അതുപോലെ തന്നെ മൗലികാവകാശങ്ങളും പൂർണ്ണമായും അംഗരാജ്യങ്ങൾക്കിടയിൽ സംരക്ഷിക്കപ്പെടണമെന്നും കൃത്യമായ നിലപാടാണ് അറിയിക്കുന്നത്. മാത്രമല്ല, അതിൽ വംശീയ, ലിംഗഭാഷ, പ്രാദേശിക ഭേദങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല എന്നും, അല്ലെങ്കിൽ അത് അത്തരത്തിലൊരു നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ല എന്നും കൃത്യമായ നിലപാട് തന്നെയാണ് G20 രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തുല്യതയുടെ അവകാശം എല്ലാ G20 രാഷ്ട്രങ്ങളിലെ അംഗങ്ങൾക്കും ഉണ്ടാകണമെന്നും അത് ഓരോ പൗരന്മാരിലേക്കും കൃത്യമായി എത്തുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സമഗ്ര സാമൂഹ്യ വികസനത്തിനുള്ള നീക്കങ്ങളായിരിക്കണം G20 രാഷ്ട്രങ്ങൾ കൈക്കൊള്ളുന്നതെന്നും അത് പ്രായോഗികമായി നടക്കാകുന്നു എന്ന് ഉറപ്പാക്കുകയും വേണമെന്നും G20 അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ UN ചാർട്ടർ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ ധാരണകൾ എന്നിവ പൂർണ്ണമായും അംഗീകരിക്കുന്നു. അതായത് UN നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലല്ല, UN ആശയങ്ങളെ കുറെ കൂടി ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് പ്രായോഗികമായി ഇംപ്ലിമെന്റ് ചെയ്യുകയും കൃത്യമായി നിലവിലെ സാഹചര്യത്തിൽ UN ചില രാഷ്ട്രങ്ങളെങ്കിലും UN ലഭിക്കുന്ന, പ്രത്യേകിച്ചും ഈ UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ വീറ്റോ പവർ ഉൾപ്പെടെയുള്ള അധീശത്വ സ്വഭാവം ലഭിക്കുന്ന രാഷ്ട്രങ്ങളുടെ അത്തരം നീക്കങ്ങൾ ഒഴിവാക്കുകയും UN സെക്യൂരിറ്റി കൗൺസിൽ വിശാലമാക്കണം എന്ന് പറയുന്ന ഒരു ആശയം കൂടി കൃത്യമായി ഉൾക്കൊണ്ടാണ് അത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ കൃത്യമായ നിലപാടുള്ള ഒരു പ്രമേയം പാസാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ജോഹന്നസ്ബർഗിൽ നടക്കുന്ന G20 സമ്മേളനത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു നേട്ടം. കൃഷ്ണപ്രിയ. ശരി ഐസൺ.